ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഒരു നല്ല അടിപൊളി ചായ കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ 4:30 തന്നെ ഞാൻ എഴുന്നേൽക്കുന്നതുകൊണ്ട് രാവിലെ തന്നെ ഫുഡെല്ലാം റെഡിയാവും ചേട്ടായിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. ഇതിന് ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിന് ഞാനിങ്ങനെ ഡൂഡിലാട്ടം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ വസുകുഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ തുണിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം ഫുഡ് കഴിക്കുകയാണ്. രാവിലെയും ചോറ് തന്നെയാണ് കഴിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഓമയ്ക്ക തോരൻ കൂട്ടി കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറേ നേരം കുട്ടികളുടെ കൂട്ടത്തിൽ റോഡിൻ്റെ അവിടെ പോയിരുന്നു. അതിനുശേഷം ഞാൻ ആരും അറിയാതെ താഴെ വന്നു. വേറൊന്നിനുമല്ല, നമ്മുടെ അപ്പൂസിനായിട്ട് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓറിയോ ബിസ്ക്കറ്റിനകത്ത് നമ്മളിങ്ങനെ പേസ്റ്റ് വെച്ചിട്ട് അതെല്ലാവരും ചെയ്യുന്നതാണ് ചെറിയൊരു പ്രാങ്ക്. വർക്കൗട്ട് ആണെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം കേട്ടോ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പ്രാങ്കുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വീഡിയോ എടുത്ത് തരണം അപ്പൂസും തരണം. ആദ്യം വേണം എൻ്റെ കൂട്ടത്തിൽ തന്നെ കേട്ടോ. ഇങ്ങോട്ട് വന്നില്ലേടാ, വീഡിയോ ഒക്കെ കാണാം. ഇത് ഡേ ഇൻ മൈ ലൈഫാ. എനിക്ക് മനസ്സിലാക്കണേ. കുഞ്ഞിനിങ്ങ കഴിക്കും ഇപ്പൊ തന്നെ കഴിക്കണേ. ഇതൊരു ചെറിയ പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ഇനി നല്ല ബിസ്ക്കറ്റ് എടുത്തോണ്ട് വാടാ. കുലുക്കി തുപ്പ്. അങ്ങനെ അപ്പൂസിനുള്ള പ്രാങ്ക് ഏറ്റിട്ടുണ്ട്. അതിനുശേഷം നല്ല ഓറിയോ ബിസ്ക്കറ്റ് അവന് കഴിക്കാനായിട്ട് കൊടുത്തു കേട്ടോ. കഴിച്ചോ അത് ഒറിജിനലാ, കഴിച്ചോ. അങ്ങനെ പ്രാങ്കിനൊക്കെ ശേഷം നമ്മളൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. വേറെ ഒന്നിനല്ല, എനിക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. അതുപോലെ തന്നെ ആദ്യയുടെ മുടിയും കൂടെ ഒന്ന് വെട്ടിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും കുമാരിയമ്മയും ആദ്യം കുഞ്ഞും കൂടാണ് കേട്ടോ പോകുന്നത്. ആദ്യം തന്നെ മുടി വെട്ടുന്നിടത്തോട്ടാണ് കേട്ടോ പോയത്. പക്ഷേ അവിടെ ഒരുപാട് തിരക്കായതുകൊണ്ട് എന്നാൽ പിന്നെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് സ്റ്റുഡിയോയിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടില്ലേ, നല്ലൊരു അടിപൊളി തത്തമ്മ കുട്ടി. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിങ്ങനെ നിന്നു. ആ സമയത്ത് നമ്മുടെ വസക്കുഞ്ഞ് അവിടെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. നമ്മൾ സ്റ്റുഡിയോയിലെത്തി അങ്ങനെ ഫോട്ടോ എടുക്കുന്ന പരിപാടികളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഫോട്ടോ എടുത്തതിന് ശേഷം മുടി വെട്ടാനായിട്ട് പോയിട്ടോ. ഞാൻ ആ സമയത്ത് ഒരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മുടി വെട്ടുന്ന സമയം കൊണ്ട് ഞാൻ ചേട്ടായിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതായി ഒരു കടലാസ് റോസിന്റെ ചോട്ടിലായിരുന്നു കേട്ടോ. ഇത് ഒരു കുട പോലാണ് വളർന്നു നിൽക്കുന്നത്. അങ്ങനെ ആദ്യം മുടിയൊക്കെ വെട്ടിച്ചതിന് ശേഷം ചേട്ടായി പോയി കേട്ടോ ജോലിക്ക് വീണ്ടും. അതിനുശേഷം ഞങ്ങളൊരു ബേക്കറി കയറിയിട്ട് നമ്മൾ ഷാർജയും ഓറഞ്ച് ജ്യൂസും ഒക്കെ നമ്മൾ വാങ്ങിച്ച് നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ സാൻഡ്വിച്ചും ഷാർജയൊക്കെയാണ് കഴിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല വിശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഇതൊക്കെയല്ലേ ചെറിയൊരു സന്തോഷം അല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് സൈക്കിൾ കടയിലോട്ടാണ്. ആദ്യയുടെ സൈക്കിൾ ചെറുതായിട്ടൊന്ന് പോയിരിക്കുക. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ.